മുസ്ലിം ലീഗിനെതിരായ സ്വന്തം പ്രസംഗത്തിൽ നിലപാടില്ലാതെ രമേശ് ചെന്നിത്തല. അന്നത്തെ ലീഗല്ല ഇന്നത്തെ ലീഗ്, അന്നത്തെ കോൺഗ്രസ് അല്ല ഇന്നത്തെ കോൺഗ്രസ് എന്നാണ് ചെന്നിത്തലയുടെ മറുപടി. ലീഗിന് കൂടുതൽ സീറ്റുകൾ നൽകുന്നതിനെതിരെ മുൻ KPCC പ്രസിഡന്റായിരുന്ന CK ഗോവിന്ദൻ നായർ കൈക്കൊണ്ട നിലപാടും പിന്നീട് അതിനെ പിന്തുണച്ച് ചെന്നിത്തല സംസാരിച്ചതും കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചിരുന്നു. KPCC പ്രസിഡന്റായിരിക്കുമ്പോഴാണ് കോഴിക്കോട് വെച്ച് നടന്ന CKG അനുസ്മരണ പല കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ഇത് പറഞ്ഞു. പക്ഷെ അതിനുശേഷം അന്നത്തെ ലീഗല്ല ഇന്നത്തെ ലീഗ്, അന്നത്തെ കോൺഗ്രസ് അല്ല ഇന്നത്തെ കോൺഗ്രസ്. അതിൽ നിന്ന് ആലുവാപ്പുഴയിലൂടെ ഒത്തിരി വെള്ളം ഒഴുകിപ്പോയി. അതിനൊന്നും അതൊക്കെ 60-ൽ നടന്ന കാര്യമാണ് ഈ പറഞ്ഞത്. 1960-ഉം 1926-ഉം തമ്മിൽ എന്ത് വ്യത്യാസം, എത്രയോ അകലമുണ്ട്, എത്രയോ വ്യത്യാസമുണ്ട്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ അമൽനാഥ് ചേരുന്നുണ്ട് കൊച്ചിയിൽ. അമൽനാഥ്, കഴിഞ്ഞ ദിവസമാണ് ലീഗിനെ കുറിച്ച് ചെന്നിത്തല നടത്തിയ പ്രസ്താവനയെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഓർമ്മിപ്പിക്കുകയും ചെയ്തത്. ഇപ്പോൾ ചെന്നിത്തല പറയുകയാണ് അന്നത്തെ ലീഗല്ല ഇന്നത്തെ ലീഗ്, അന്നത്തെ കോൺഗ്രസ് അല്ല ഇന്നത്തെ കോൺഗ്രസ്. ജമാഅത്തെ ഇസ്ലാമി ലീഗിൻ്റെ ആശയ മസ്തിഷ്കമായി മാറുകയും ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള വർഗീയ സംഘടനകളുടെ ഒത്താശയോടുകൂടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്യുന്ന കോൺഗ്രസ്, ആ മാറ്റമാണോ ചെന്നിത്തല ഉദ്ദേശിച്ചത്? മാധ്യമപ്രവർത്തകർ തുടരെ ചോദ്യങ്ങൾ ചോദിച്ചോ, എന്താണ് ഈ മാറ്റം വന്നത് കോൺഗ്രസിനും ലീഗിനും? ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളിൽ നിന്നും ചെന്നിത്തല ഒഴിഞ്ഞു മാറുന്ന കാര്യങ്ങളാണ് നമുക്ക് ഈ വാർത്താ സമ്മേളനത്തിൽ കാണാൻ വേണ്ടി സാധിച്ചത്. CK ഗോവിന്ദൻ നായർ അന്ന് പറഞ്ഞത്, അതായത് ലീഗ് ശക്തിപ്പെടുന്നത് അത് അപകടകരമായ ഒരു കാര്യമാണ് എന്നായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ അതിനോട് യോജിച്ച ഒരാളാണ് ചെന്നിത്തല. പിന്നീട് മലബാറിൽ ലീഗിന് കൂടുതൽ സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം വിയോജിപ്പ് അറിയിച്ച സാഹചര്യങ്ങൾ അടക്കമുണ്ടായിരുന്നു. ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് മാധ്യമങ്ങൾ ചെന്നിത്തലയോട് ആ ഒരു ചോദ്യം അല്ലെങ്കിൽ ആ ഒരു വിഷയം ചോദിച്ചത്. എന്നാൽ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ചെന്നിത്തലയാണ് പറഞ്ഞത്. അതായത് ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അത് 1960 കാലഘട്ടത്തിൽ നടന്ന കാര്യമാണ്. 60-ൽ നിന്നും 2026-ലേക്ക് വരുമ്പോൾ ഒരുപാട് സമയം കഴിഞ്ഞിരിക്കുന്നു, വലിയ ദൂരം പിന്നിട്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു നിലപാടല്ല, അതായത് അന്നത്തെ ലീഗ് അല്ല ഇന്നത്തെ ലീഗ്, അന്നത്തെ കോൺഗ്രസ് അല്ല ഇന്നത്തെ കോൺഗ്രസ് എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറുപടിയാണ് ചെന്നിത്തല നൽകിയിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, അത് കഴിഞ്ഞ് ഒരുപാട് സമയം അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, ഇപ്പോഴത്തെ സാഹചര്യവുമായി ഒരുപാട് വ്യത്യാസമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സാഹചര്യം വളരെയധികം മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ഒരുപക്ഷേ ചെന്നിത്തല ഉദ്ദേശിച്ചത് വളരെ ശരിയാണ്. അന്നത്തെ ലീഗല്ല, കൂടുതൽ വർഗീയവൽക്കരിക്കപ്പെട്ട പാർട്ടിയായി ലീഗ് മാറുന്നു, കൂടുതൽ വർഗീയവൽക്കരിക്കപ്പെട്ട പാർട്ടിയായി കോൺഗ്രസ് മാറുകയും ചെയ്യുന്നു. 5ാം മന്ത്രിസ്ഥാനം അടക്കമുള്ള കഴിഞ്ഞ കാല UDF സർക്കാരിന്റെ കാലത്ത് വിവാദങ്ങൾ ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഓർക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും പുതിയ കാലഘട്ടത്തിൽ കേരളത്തിൽ നുണകൾ പ്രചരിപ്പിച്ച് വർഗീയ കക്ഷികളുമായി കൂട്ടുകൂടിയാൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് കോൺഗ്രസിന് തിരിച്ചറിയുമ്പോഴാണ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ മലക്കമറിയുകയും ചെയ്യുന്നത്. ചെന്നിത്തല പറഞ്ഞത്, CK ഗോവിന്ദൻ നായർ അന്ന് പറഞ്ഞത് ലീഗ് ശക്തിപ്പെടുന്നത് ഒരു മതനിരപേക്ഷ സമൂഹത്തിന് ഗുണകരമല്ല എന്ന് പറഞ്ഞത് എടുത്തു പറഞ്ഞ ചെന്നിത്തലയാണ് ഇപ്പോൾ മലക്കം മറിയുന്നത്. കോൺഗ്രസിന്റെ പരിതാപകരമായ അവസ്ഥ, ഒരുപക്ഷെ ലീഗ് എന്ന് പറയുന്നത് UDF-ൽ ഏറ്റവും പ്രബലമായ രാഷ്ട്രീയ പാർട്ടിയായി മാറുമ്പോൾ, അവരുടെ ആശയ പരിസരമായി ജമാഅത്തെ ഇസ്ലാമി മാറുമ്പോൾ കോൺഗ്രസ് എങ്ങനെയാണ് ചുരുങ്ങിപ്പോകുന്നത് എന്നുകൂടി ചെന്നിത്തലയുടെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടതുണ്ട്. തീർച്ചയായും ഇപ്പോൾ സിജു സൂചിപ്പിച്ചപ്പോൾ തന്നെ ഈ 5ാം മന്ത്രിസ്ഥാനവുമൊക്കെ ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ആ കാലഘട്ടത്തിൽ UDF-നകത്തുണ്ടായിരുന്നു. 2011 ആ ഒരു സാഹചര്യത്തിൽ ഒരു വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിൽ കോൺഗ്രസും ലീഗും പരസ്പരം പോരടിക്കുന്ന കാഴ്ചകൾ ഈ 5ാം മന്ത്രിസഭയുമൊക്കെ 5ാം മന്ത്രിസ്ഥാനവുമൊക്കെയായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ഒരുപാട് രീതിയിലുള്ള വിമർശനങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ 2026 ഈ ഒരു സാഹചര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി അടക്കം കൂടെ കൂട്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന കോൺഗ്രസിനാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ജമാഅത്ത് ഇസ്ലാമിയെ കൂടെ കൂട്ടുന്ന UDF-നെ കോൺഗ്രസും ലീഗും അടക്കം ജമാഅത്ത് ഇസ്ലാമിയെ കൂടെ കൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. അതായത് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ജമാഅത്ത് ഇസ്ലാമി വർഗീയ സംഘടനയാണ് എന്ന് ലീഗ് പറയുന്നു, കോൺഗ്രസ് പറയുന്നു. എന്നാൽ ഈ തിരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ അതൊക്കെ മറന്നുകൊണ്ട് അവരെ കൂടെ കൂട്ടുന്ന ഒരു UDF-നാണ് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ UDF-നെ
മുന്നേറണമെങ്കിൽ അല്ലെങ്കിൽ വിജയം നേടണമെങ്കിൽ ഇത്തരത്തിൽ വർഗീയ സംഘടനകളെ കൂടെ കൂട്ടണം. നേരായ വഴിക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭരണം പിടിക്കാൻ വേണ്ടി സാധിക്കില്ല, ഒരു വിജയം നേടാൻ വേണ്ടി സാധിക്കില്ല എന്ന ഒരു കൃത്യമായ ബോധ്യം നിലവിൽ UDF-ന്റെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ നേതാക്കൾക്കുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിലവിൽ ഇപ്പോൾ വർഗീയ സംഘടനകളെ ജമാഅത്ത് ഇസ്ലാമി അടക്കം കൂടെ കൂട്ടിക്കൊണ്ട് തെരഞ്ഞെടുപ്പിന് നേടുന്ന UDF-നെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അത്തരം നീക്കങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ അത്തരം നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന കോൺഗ്രസ് നേതാക്കളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ ഒരു ലീഗ് പരാമർശവുമായി ബന്ധപ്പെട്ട് നിലവിൽ ചെന്നിത്തല മലക്കം മറിയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. സിജു.